ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ക്രീം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ ചോക്ലേറ്റ് ലവേഴ്സിനും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി കേക്കാണിത്. മുഴുവനായിട്ടും നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ചോക്ലേറ്റ് ഗനാഷൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു കേക്കാണിത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം നമുക്ക് അരിച്ചു വെക്കണം. ഇനി 2 മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 3/4 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് മുട്ട നന്നായി പൊങ്ങി വരും. ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും കൂടി മിക്സ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടയുടെ ഈ മിക്സിലേക്ക് ചേർത്ത് വളരെ സോഫ്റ്റായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ. ഇതിലേക്ക് കുറേശ്ശെയായി റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായി 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി സ്ലോലി മിക്സ് ചെയ്യാം. ഇത് വീഡിയോ ഫാസ്റ്റ് ആക്കിയത് കൊണ്ടാണ് ഫാസ്റ്റായി തോന്നുന്നത്. ഇനി 6 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 25 മിനിറ്റ് ഇത് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കണം. ആ സമയത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ക്രീമൊക്കെ നന്നായി വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ റെഡിയായി നന്നായി തണുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാച്ചോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് മിൽക്ക് ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചതിന് ശേഷം ഒന്നിത് ഓവനിൽ 30 സെക്കൻഡ്സ് ചൂടാക്കിയെടുക്കാം. അപ്പോഴത്തേക്കും ഈ ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ടാവും. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗനാഷ് ഞാൻ ഈ ഒരു പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കേക്കിൽ നന്നായി മുന്നിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ കേക്കൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇതുപോലെ ഒരു ടൈ ഉപയോഗിച്ചിട്ട് ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു കേക്കിലേക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് ചേർത്ത് ഒന്ന് നന്നായി സോക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യണം. ഓരോ ലെയറിനും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്യുക. കൂടുതൽ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ വേണമെങ്കിൽ ആ ചോക്ലേറ്റ് ഗനാഷയും ഇതിനിടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ആ ഗനാഷ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടമാകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.